പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിൻ അഗ്നി നിറച്ചിടണേ. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേകം. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. അഭിഷേകാന്തിയെ വചനശുശ്രൂഷയെ സംബന്ധിക്കുവാൻ കർത്താവിനെ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിനും ഈശോയുടെ തിരുഹൃദയത്തിനും പ്രതിഷ്ഠിക്കുന്നു. തിരുഹൃദയത്തിന്റെ കരുണയാൽ നിങ്ങൾ പൂരിതരാകട്ടെ. ആമേൻ. Praise the Lord. Praise the Lord. നിങ്ങൾ ഉച്ചത്തിൽ പറയണം ആമേൻ. ആമേൻ. ആമേൻ പറയുമ്പോൾ അതങ്ങോട്ട് സ്വീകരിക്കുകയാണ്. അപ്പോൾ ഈശോയുടെ കരുണ നമ്മുടെ ജീവിതത്തിൽ വന്ന് നിറയും. പ്രിയമുള്ള സഹോദരങ്ങളെ, നമുക്ക് വലിയ കൂട്ടായ്മ സെഹിയോൻ കൂട്ടായ്മയിൽ നമുക്കിന്ന് ശുശ്രൂഷകളിലേക്ക് പ്രവേശിക്കാം. ബഹുമാനപ്പെട്ട സേവക വട്ടാഴ്ചൻ്റെ പ്രാർത്ഥനയോടും ആശീർവാദത്തോടും കൂടി നമുക്ക് ശുശ്രൂഷകളിലേക്ക് പ്രവേശിക്കാം. പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. പ്രിയമുള്ള സഹോദരങ്ങളെ, നിങ്ങൾ ഈ പുസ്തകം അല്ലെ യേശു നാമത്തിൻ്റെ ശക്തി എന്ന് പറയുന്ന പുസ്തകം നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ. ഇത് കൈവശമില്ലാത്തവർ മിക്കവാറും ആരും കാണുകയല്ല. ഞാൻ ഓർക്കാണ് സഹോദരങ്ങളെ, ഈ ഈശോ എന്നുള്ള നാമം, യേശു എന്നുള്ള നാമത്തെ വിളിച്ച് അപേക്ഷിക്കും. എന്തുമാത്രം ബ്ലെസ്സിംഗ് ആണ്, എന്തുമാത്രം അനുഗ്രഹങ്ങളാണ്. എല്ലാം യേശുവിൻ്റെ നാമം വഴിയാണ് നൽകപ്പെടുന്നത്. പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. ഞാൻ ഓർക്കാണ് വട്ടാലിച്ചൻ അതിൻ്റെ ആദ്യത്തെ പേജിൽ യേശുനാമത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എല്ലാം ബൈബിളിൽ തന്നെ എടുത്തു വെച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. എല്ലാത്തിനും വേണ്ടിയുള്ള നാമം യേശുനാമമാണ്. ഞാൻ ഓരോന്ന് പറയുമ്പോൾ നിങ്ങൾ മറുപടിയായിട്ട് യേശുനാമം എന്ന് പറയണം കേട്ടോ. പിതാവായ ദൈവം നൽകിയ നാമം യേശുനാമം. രക്ഷയ്ക്കുള്ള ഏക നാമം യേശുനാമം. പിശാചുക്കൾ ഞെട്ടി വിറയ്ക്കുന്ന നാമം യേശുനാമം. രോഗശാന്തി നൽകുന്ന നാമം യേശുനാമം. സകലത്തിന്മേൽ അധികാരമുള്ള നാമം യേശുനാമം. പാപമോചനം നൽകുന്ന നാമം യേശുനാമം. അനുഗ്രഹം നൽകപ്പെടുന്ന നാമം യേശുനാമം. എല്ലാത്തിലും ഉപരിയായ നാമം യേശുനാമം. പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. യേശു എന്നുള്ള നാമത്തിലാണ് എല്ലാം നൽകപ്പെടുന്നത്. യേശു എന്ന നാമം വഴിയാണ് പിതാവിനോട് ചോദിക്കേണ്ടത്. ഹല്ലേലൂയാ. ഹല്ലേലൂയ. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ഇന്ന് യേശുവിന്റെ നാമത്തെ വാഴ്ത്തി പാടുന്നിടത്ത്, യേശുവിന്റെ നാമം അനുസ്മരിക്കുന്നിടത്ത് പുറപ്പാട് വചനപ്രകാരം ഈശോ വരും, അനുഗ്രഹിക്കും. പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. ചാടി എഴുന്നേക്കാം കുട്ടികൾ, വേഗം വേഗം ചാടി എഴുന്നേക്കാം. രണ്ട് കരങ്ങളെ സ്വർഗത്തിലേക്ക് ഉയർത്തി നല്ല ഉച്ചത്തിൽ കർത്താവിനെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല 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 ഹല. ഓ കർത്താവേ, യേശു നാമം വഴിയായി നൽകപ്പെടുന്ന മുഴുവൻ അനുഗ്രഹങ്ങളും ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വർഷിക്കുമാർ അങ്ങേ ആരാധിക്കോ, ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. യേശുനാമം അതിശയനാമം, ഏഴേനിക്കിമ്പനാമം. കൈകളടിച്ച് യേശുനാമം അതിശയനാമം, ഏഴേനിക്കിമ്പനാമം. നന്നായി കൈയടിച്ച് പാപപരിഹാരാർത്ഥം പാതകരെ തേടി പാരിടത്തിൽ വന്ന നാമം. പാപപരിഹാരാർത്ഥം പാതകരെ തേടി പാരിടത്തിൽ വന്ന നാമം. പാപമറ്റ ജീവിതത്തിൽ മാതൃകയിൽ കാട്ടിത്തന്നി പാവനമ പുണ്യനാമം. പാപമറ്റ ജീവിതത്തിൽ മാതൃകയിൽ കാട്ടിത്തന്നി പാവനമ പുണ്യനാമം. കൈകൾ
ഉയർത്തി സന്തോഷിച്ച് യേശുനാമം അതിശയനാമം നാമം. കരങ്ങൾ താഴ്ത്തിയടിച്ച് ഇടത്തോട്ട് വലത്തോട്ട് കൈയടിച്ച് നല്ല സ്വാതന്ത്ര്യത്തിൽ മാതാപിതാക്കന്മാര് കുട്ടികളും മുതിർന്നവരും എല്ലാവരും ചേർന്ന് വലിയ ആഹ്ലാദത്തോടെ ഉച്ചത്തിൽ വിളിച്ചിട്ട് യേശുവേ എണ്ണമില്ല പാപം എന്നിൽ നിന്നും നീക്കാം എന്നിൽ കണിഞ്ഞ നാമം. എണ്ണമില്ല പാപം എന്നിൽ നിന്നും നീക്കാം എന്നിൽ കണിഞ്ഞ നാമം. അന്യനെന്ന മേലെടുത്ത് എന്നേക്കും മായ്ച്ചതാം ഉന്നതന്റെ വന്ധ്യനാമം. അന്യനെന്ന മേലെടുത്ത് എന്നേക്കും മായ്ച്ചതാം ഉന്നതന്റെ വന്ധ്യനാമം. ഉയർത്തി യേശുനാമം അതിശയനാമം നാമം. വലിയ ആഹ്ലാദത്തോടെ യേശുനാമം അതിശയനാമം നാമം. വീണ്ടും കരങ്ങൾ താഴ്ത്തിയടിച്ച് ഇരുവശങ്ങളിലേക്ക് നന്നായിട്ട് കൈയടിച്ച് പ്രിയമുള്ള സഹോദരങ്ങളെ കർത്താവിന്റെ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. യേശുവിനെ ആരാധിക്കുന്നിടത്ത് ഈശോയുണ്ട്. എല്ലാ നാമത്തിലും മേലായ നാമം ഭക്തജനം വാഴ്ത്തും നാമം. ഉണർവോടെ എല്ലാ നാമത്തിലും മേലായ നാമം ഭക്തജനം വാഴ്ത്തും നാമം. എല്ലാ മുഴങ്കാലും മടങ്ങുന്ന തിരുമുൽ വല്ലഭത്വമുള്ള 2:10 അഭിഷേകം. എല്ലാ മുഴങ്കാലും മടങ്ങുന്ന തിരുമുൽ വല്ലഭത്വമുള്ള നാമം. കൈകൾ ഉയർത്തി യേശുനാമം അതിശയനാമം നാമം. യേശുനാമം അതിശയനാമം നാമം. യേശുനാമം അതിശയനാമം നാമം. യേശുവേ യേശുവേ കരങ്ങൾ ഉയർത്തി യേശുവേ യേശുവേ എന്ന് ആവർത്തിച്ച് വിളിക്കട്ടെ. യേശുവേ 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 ഈശോയേ ഈശോയേ യേശുവേ 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 ഓ കർത്താവേ യേശു എന്ന നാമം വിളിച്ച് കൊച്ചു കുഞ്ഞുങ്ങളെ പോലെ കരഞ്ഞു നിറവിളിച്ച് പ്രാർത്ഥിക്കുന്ന ഈ ദൈവജനത്തിന്റെ മേൽ ഇപ്പോൾ യേശു നാമത്തിന്റെ ശക്തി ആവസിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ശരീരത്തിൽ ഉണങ്ങാത്ത വ്രണങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ കരിയട്ടെ എന്ന് കൽപ്പിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ക്യാൻസർ രോഗങ്ങളെ ശാസ്ത്രം ബന്ധിച്ച് വിട്ടു മാറട്ടെ. ഹല 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 യേശുവിന്റെ നാമത്തിൽ വളഞ്ഞിരിക്കുന്ന അസ്ഥികൾ ഇപ്പോൾ നിവരട്ടെ എന്ന് കൽപ്പിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ തളർന്നുപോയ ശരീരത്തിന്റെ അവയവങ്ങൾ ഹെബ്രായർ 12:12 വചനപ്രകാരം ഇപ്പോൾ ശക്തി പ്രാപിക്കട്ടെന്ന് കൽപ്പിക്കുന്നു. ഹല 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 യേശുവിന്റെ നാമത്തിന്റെ ശക്തിയാൽ മക്കളില്ലാത്ത കുടുംബങ്ങളിൽ ഇപ്പോൾ മക്കൾ ജനിക്കാതെ ശരീരം രൂപാന്തരം പ്രാപിക്കട്ടെ. ഹല 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 യേശു നാമത്തിന്റെ ശക്തിയാൽ കുടുംബങ്ങളുടെ കടബാധ്യതയുടെ കെട്ടുകൾ അഴിഞ്ഞ് വിടുതൽ പ്രാപിക്കട്ടെ. ഹല 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 യേശുവിന്റെ നാമത്തിൽ സംസാരിക്കാത്ത കുഞ്ഞുങ്ങൾ ഇപ്പോൾ സംസാരിക്കട്ടെ. യേശുവിന്റെ നാമത്തിന്റെ ശക്തിയാൽ തലമുറയുള്ള ബന്ധനങ്ങൾ വിട്ടൊഴിഞ്ഞ് വിടുതൽ പ്രാപിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ശക്തിയാൽ കുടുംബങ്ങളുടെ പൈശാചികപ്പെട്ട് വിട്ടൊഴിഞ്ഞ് വിടുതൽ പ്രാപിക്കട്ടെ. ഒരിക്കൽ കൂടി കാര്യങ്ങൾ ഉയർത്തി വിളിച്ചിട്ട് യേശുവേ
പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഹല്ലേലൂയ. Hallelujah. എല്ലാവരും കർത്താവ് അഭിഷേകം ചെയ്തിട്ടുണ്ട്. നല്ല സന്തോഷത്തല്ല, നല്ല നിറവോടെ കർത്താവിന് നന്ദി പറഞ്ഞ് കർത്താവിൻ്റെ മുമ്പിൽ നമുക്കിരിക്കാം. കുട്ടികൾ ബൈബിളൊക്കെ ഉണ്ടെങ്കിൽ തുറന്നോ, നോട്ട്ബുക്കൊക്കെ എടുത്തോ, നല്ല കൃപയിലായിരിക്കാം. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ. Hallelujah. ഇന്നത്തെ നമ്മുടെ വിഷയത്തിൻ്റെ തലക്കെട്ട് നിരാശ മാറാൻ എന്തു ചെയ്യണം. ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ പല വിധത്തിൽ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോൾ പെട്ടെന്ന് നിരാശപ്പെട്ടു പോകുന്നവരുണ്ട്. ഒരുപക്ഷെ നിരാശ നമ്മുടെ ജീവിതത്തിൽ ഇപ്പോഴൊന്നും ഇല്ലാന്ന് കരുതുക, വരാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ അങ്ങനത്തെ ഒരു അവസ്ഥ വന്നാൽ അതിനകത്തുനിന്ന് അതിജീവിച്ച് പോകേണ്ട മാർഗങ്ങളെക്കുറിച്ച് വചനം വെളിപ്പെടുത്തുകയാണ്. ഈ ഒരു അവസ്ഥയിലുള്ളവർ എങ്ങനെ വിടുതൽ പ്രാപിക്കണമെന്ന് വചനം വെളിപ്പെടുത്തുകയാണ്. റോമ ലേഖനത്തിൽ 5-ാമത്തെ അധ്യായത്തിൽ 5-ാമത്തെ തിരുവചനം, ലെറ്റർ റോമൻസ് ചാപ്റ്റർ 5 വേഴ്സ് 5. പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല, കാരണം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. Praise the Lord. പ്രിയമുള്ള സഹോദരങ്ങളെ, നമുക്ക് നിരാശ വരാനുള്ള കാരണമെന്ന് പറയുന്നത് പ്രത്യാശ നഷ്ടപ്പെട്ടു പോകുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് എപ്പോഴും പ്രത്യാശയുള്ളവരായിരിക്കണം. അതുകൊണ്ടാണ് അല്ലേ വിശ്വാസം, അല്ലേ സ്നേഹം, ശരണം, പ്രത്യാശ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ വേണമെന്ന് സഭ പഠിപ്പിക്കുന്നതിന് കാരണം അതാണ്. പ്രത്യാശ നമ്മൾ നിരാശരാക്കും. എപ്പോഴും നല്ല പ്രത്യാശയോടുകൂടി ജീവിക്കണം, എപ്പോഴും നല്ല കൃപയോടുകൂടി ജീവിക്കണം. ജോബിന്റെ പുസ്തകത്തിൽ 14-ാമത്തെ അധ്യായത്തിൽ 7 മുതൽ 9 വരെയുള്ള വചനങ്ങൾ, ബുക്ക് ഓഫ് ജോബ് ചാപ്റ്റർ 14 വേഴ്സ് 7 to 9. നമുക്ക് ഒരുമിച്ച് എല്ലാവരും കൂടെ ചേർന്നങ്ങ് വായിക്കാം, നന്നായിട്ട് അങ്ങ് വായിക്കാം. കുട്ടികൾ നല്ല ഉച്ചത്തിൽ വായിച്ചോ. വൃക്ഷത്തിന് പ്രത്യാശയുണ്ട്, മുറിച്ചാൽ അത് വീണ്ടും തളിർക്കും, അതിന് പുതിയ ശാഖകൾ ഉണ്ടാകാതിരിക്കുകയില്ല, അതിൻ്റെ വേരുകൾ മണ്ണിനടിയിൽ പഴകിപ്പോയാലും അതിൻ്റെ കുറ്റി മണ്ണിൽ കെട്ടുപോയാലും വെള്ളത്തിൻ്റെ ഗന്ധമേറ്റാൽ അത് തളിർക്കുകയും ഇളം ചെടി പോലെ ശാഖ പുറപ്പെടുവിക്കുകയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്. Praise the Lord. നല്ലൊരു വചനമാണ് അല്ലേ, എന്തൊരു സുന്ദര വചനമാണ്. വചനം വെളിപ്പെടുത്ത വൃക്ഷത്തിന് പ്രത്യാശയുണ്ട്, അത് മുറിച്ചാൽ വീണ്ടും തളിർക്കും, അതിൻ്റെ വേരുകൾ മണ്ണിനടി പഴകിപ്പോയാലും അതിൻ്റെ കുറ്റി മണ്ണിൽ കെട്ടുപോയാലും അടുത്ത പുതുമഴ പെയ്യുമ്പോൾ വെള്ളത്തിൻ്റെ നനവ് വരുമ്പോൾ അത് തളിർക്കുകയും ഇളം ചെടി പോലെ ശാഖ പുറപ്പെടുവിക്കുകയും ചെയ്യും. അത് വളരെ ശരിയാണ്. ചിന്തിച്ച് നോക്കുക, ചില മരം അതിൻ്റെ മണ്ട മുറിച്ച് വിട്ട് വിചാരിക്കുക, നമ്മൾ വിചാരിക്കുക അതെൻ്റെ കഥ കഴിഞ്ഞ് ഉണങ്ങിപ്പോയി എന്ന്. എന്നാൽ അടുത്ത പുതുമഴ പെയ്യുമ്പോൾ അതിന് പുതിയ നാമ്പുകൾ ഉണ്ടായി വരും. ഞാൻ ഓർക്കുന്നുണ്ട്, വീട്ടിലായിരുന്ന കാലഘട്ടത്തിൽ വീടിൻ്റെ മുറ്റമൊക്കെ ഇങ്ങനെ ചാച്ചൻ അല്ലെങ്കിൽ വീട്ടിലുള്ളവർ ചെത്തി എല്ലാം നല്ല കുറുന്തോട്ടി പല സംഗതികളുള്ളതെല്ലാം നല്ല ചെത്തി നല്ല ക്ലിയറാക്കി മുറ്റം ബെസ്റ്റ്, ഇനി ഒന്നുമില്ല. പക്ഷേ അടുത്ത പുതുമഴ പെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ വേര് മണ്ണിനടിയിൽ പഴകി ലെസ്റ്റ് കെട്ടു കിടക്കാണ്. പക്ഷേ വെള്ളത്തിൻ്റെ നനവ് വന്നപ്പോൾ ആ ചെത്തിക്കളഞ്ഞ ചെടിയുടെ ആ ഒരു അവസ്ഥയിൽ നിന്ന് എത്ര തീക്ഷ്ണതയോടുകൂടിയാ അത് വീണ്ടും മുളച്ചു പൊങ്ങുന്നത്. അതിനെ വെളിപ്പെടുത്തുകയാണ്, വൃക്ഷത്തിന് പ്രത്യാശയുണ്ട്. അതിൻ്റെ മണ്ട ഇച്ചിരി വെട്ടിക്കളഞ്ഞാലും ശരി, അതിന് 2 കമ്പ് കോന്തിക്കളഞ്ഞാലും ശരി, അതിങ്ങനെ ഇങ്ങനെ മുകളിൽ വെച്ചങ്ങ് മുറിച്ചാലും ശരി, അതിൻ്റെ അടിയിലൊരു ലേശം വേരുണ്ടെങ്കിൽ അതിൻ്റെ കുറ്റിയൊക്കെ ഇച്ചിരി പഴകി പോയാലും ശരി, അടുത്ത പുതുമഴ പെയ്യുമ്പോൾ അതെങ്ങനെയെങ്കിലും തപ്പിപ്പിടിച്ച് എങ്ങനെയെങ്കിലും കയറി അത് പുതു നാമ്പൊട്ടത്ത് ശാഖകൾ കൊണ്ടുവന്ന് വീണ്ടും എങ്ങനെയെങ്കിലും ഫലം പുറപ്പെടുവിക്കാൻ നോക്കും. എൻ്റെ ഒരു വൃക്ഷത്തിൻ്റെ സ്ഥിതി ചിന്തിച്ച് നോക്കിയേ. പറഞ്ഞ ഹല്ലേലൂയ. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒരുപക്ഷേ ജീവിതത്തിൽ മണ്ട മുറിക്കപ്പെട്ടതുപോലത്തെ ചില അനുഭവങ്ങളായിരിക്കും ചിലപ്പോൾ, അല്ലേ? ചിലപ്പോൾ ഒരു ഭാഗം തന്നെ ഇല്ലാത്ത ഒരു ശാഖ മുറിച്ച് കളഞ്ഞാൽ എന്നതുപോലത്തെ ഒരു അവസ്ഥയായിരിക്കും. വലിയ പ്രതീക്ഷയോടെ കൊണ്ടുവന്നിരുന്നത് അതെല്ലാം അങ്ങോട്ട് തകർന്ന്, വലിയ സ്വപ്നങ്ങൾ അതങ്ങൾ തകർന്ന് തരിപ്പണമായി പോയി. ഇനി ഒരിക്കലും കയറി വരാനോ ഉയർന്ന് വരാനോ പറ്റാത്ത വിധം തകർച്ചയ്ക്ക് മേൽ തകർച്ച വന്ന് തളർന്ന് മണ്ണിന്റെ അടിയിൽ അതുപോലെ കിടക്കുന്ന ഒരവസ്ഥയാണെങ്കിലും വെള്ളത്തിന്റെ ഗന്ധമേറ്റാൽ അത് തളിർക്കും. എൻ്റെ സഹോദരങ്ങളെ,
എന്താണ് ഈ വെള്ളത്തിന്റെ ഗന്ധമേച്ചാലെന്ന് പറയുമ്പോൾ ഒരു സ്പിരിച്വൽ സെൻസിൽ, ഒരു ആധ്യാത്മിക അർത്ഥത്തിൽ ആ വചനത്തെ എങ്ങനെ മനസ്സിലാക്കണം? അങ്ങനത്തെ ഒരു അവസ്ഥയിലാണെങ്കിലും ശരി, പരിശുദ്ധാത്മാവിന്റെ നനവ് ജീവിതത്തിലേക്ക് വന്നാൽ, പ്രിയപ്പെട്ട ദൈവവൈദ്യരെ, നീ വീണ്ടും തളിർക്കും, നിനക്ക് വീണ്ടും ശാഖകൾ വരും, നീ വീണ്ടും ഫലം പുറപ്പെടുവിക്കുമെന്ന് വചനം ഉറപ്പിച്ചു തരികയാണ്. അതുകൊണ്ട് ജീവിതത്തിൽ നിരാശ മാറാൻ വേണ്ടി ചെയ്യേണ്ട കാര്യമെന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിന്റെ വെള്ളം നനവിന് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. ആർക്ക് പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ പല പ്രതീകങ്ങൾ അല്ലേ? വെള്ളം, പ്രാവ്, അഗ്നി, പല പ്രതീകങ്ങളുണ്ട്. യോഹന്നാന് ശേഷം 7-ാമത്തെ അധ്യായത്തിൽ ജീവജലത്തിന്റെ അരുവിയായ പരിശുദ്ധാത്മാവിനെ കുറിച്ച് വെളിപ്പെടുത്തുന്നുണ്ട്. യെസക്കേൽ പ്രവചനത്തിൽ 47-ാമത്തെ അധ്യായത്തിൽ ദേവാലയത്തിൽ ഒഴുകുന്ന നേർച്ചാല് പരിശുദ്ധാത്മാവിന്റെ പ്രതീകമായിട്ട് സാക്ഷിക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ജീവിതത്തിൽ എല്ലാ തരത്തിലുള്ള പ്രതീക്ഷകൾ നഷ്ടപ്പെട്ട് നിരാശപ്പെട്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുക. നിരാശ മാറിവിടെ പ്രത്യാശ കൊണ്ട് നിറയും. ദൈവസ്നേഹം നമ്മുടെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവിലൂടെ ചൊരിയപ്പെടുമെന്ന് റോമ 5-ൽ പഠിച്ച വചനം പോലെ തന്നെ അപ്പസ്തോലന്മാരുടെ കാര്യം ചിന്തിച്ചു നോക്കുക. ജീവിതത്തിൽ ശരിക്കും പറഞ്ഞാൽ മണ്ട മുറിച്ചതുപോലെ ആയിപ്പോയി, ശാഖയിൽ അറ്റുപോയി. ഈശോയുടെ മരണം, കുരിശുമരണം, എല്ലാ പ്രതീക്ഷകളും തകർന്ന് എല്ലാം അവസാനിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ ഈശോ പറഞ്ഞൊരു കാര്യം, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ കാത്തിരിക്കുവൻ അല്ലേ? എന്നിട്ട് നോക്കിയേ, ആ അപ്പോസ്തലന്മാർ പരിശുദ്ധാത്മാവ് വന്നപ്പോൾ ഭയന്ന് കഥകടച്ച് നിരാശപ്പെട്ട് സങ്കടപ്പെട്ടിരുന്നവർ എങ്ങനെയാണ് ഉണർവ് പ്രാപിച്ചത്? അവർക്ക് പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ജീവിതത്തിൽ ഏത് അവസ്ഥയാണെങ്കിലും നീ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കാനുള്ള വഴികൾ കണ്ടെത്തുക മാത്രം ചെയ്യുക. മക്കബാരുടെ 2-ാമത്തെ പുസ്തകത്തിൽ 1-ാമത്തെ അധ്യായത്തിൽ 19 മുതൽ 22 വരെയുള്ള തിരുവചനങ്ങൾ. 2 Maccabees chapter 1 verse 19 to 22 നമുക്ക് വായിക്കാം. നമ്മുടെ പിതാക്കന്മാർ അടിമകളായി പേർഷ്യയിലേക്ക് നയിക്കപ്പെട്ടപ്പോൾ ഭക്തന്മാരായ പുരോഹിതന്മാർ ബലിപീഠത്തിൽ നിന്ന് അല്പം അഗ്നി എടുത്ത് പൊട്ടക്കിണറ്റിൽ ഒളിച്ചു വിളിച്ചു. അത് രഹസ്യമായിരിക്കാൻ അവർ വേണ്ട മുൻകരുതലുകളും ചെയ്തു. വളരെ കൊല്ലങ്ങൾക്ക് ശേഷം ദൈവകൃപയാൽ പേർഷ്യ രാജാവ് നിയോഗിച്ച നെഹമിയ പുരോഹിതന്മാർ ഒളിച്ചു വെച്ച് സൂക്ഷിച്ച അഗ്നി എടുത്തുകൊണ്ട് വരുവാൻ അവരുടെ പിൻഗാമികളോട് നിർദ്ദേശിച്ചു. അവർ മടങ്ങി വന്ന അഗ്നി കണ്ടെത്തിയില്ലെന്നും എന്നാൽ ഒരു കൊഴുത്ത ദ്രാവകം കണ്ടെന്നും അറിയിച്ചു. അത് കോരിക്കൊണ്ട് വരുവാൻ നെഹമിയ ആജ്ഞാപിച്ചു. ബലിവസ്തുക്കൾ ഒരുക്കുമ്പോൾ വിറകിന്മേലും ബലിവസ്തുവിന്മേലും ആ ദ്രാവകം തളിക്കാൻ പുരോഹിതന്മാരോട് അവൻ നിർദ്ദേശിച്ചു. അപ്രകാരം ചെയ്ത് അല്പനേരം കഴിഞ്ഞപ്പോൾ മേഘാവൃതമായിരുന്ന സൂര്യൻ തെളിയുകയും വലിയ ഒരഗ്നി ആളിക്കത്തുകയും ചെയ്തു. എല്ലാവരും അത്ഭുതപ്പെട്ടു. ഉച്ചത്തിൽ പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. പോരാ, നല്ല പവർഫുൾ ആയിട്ട് പറയാം പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ ബാബിലോണിന്റെ അടിമത്തത്തിന്റെ കാലഘട്ടമാണ്. അപ്പൊ ബലിപീഠത്തിൽ അഗ്നി, കെടാത്ത അഗ്നി, അത് സൂക്ഷിക്കണം. അപ്പൊ അന്നത്തെ പുരോഹിതന്മാര് അത് കുറച്ചെടുത്തുകൊണ്ട് പോയി അത് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ പൊട്ടക്കിണറ്റിൽ ഒളിച്ചു വെച്ചു. നാളുകൾക്ക് ശേഷം, അടിമത്ത കാലഘട്ടത്തിനൊക്കെ ശേഷം പിന്നെ തിരിച്ചു വരുമ്പോൾ നെഹമിയ പുരോഹിതന്മാരോട് പറയുകയാണ്, പണ്ട് നമ്മുടെ പുരോഹിതന്മാര് കുറച്ച് അഗ്നി ഒളിച്ചു വെച്ചിട്ടുണ്ടല്ലോ, അതൊന്നും തപ്പിപ്പിടിച്ചുകൊണ്ട് വരിക. അങ്ങനെ പോയി ആ അഗ്നി തപ്പിപ്പിടിച്ചുകൊണ്ട് വന്നപ്പോൾ അതിന് അഗ്നിയുടേതായ ഒരു ലെവലും ഇല്ല, വെറും കൊഴുത്ത ദ്രാവകം പോലെ ഇരിക്കുക. കൊഴുത്ത ദ്രാവകം, അഗ്നി കൊഴുത്ത ദ്രാവകമായി മാറി. ഒരു പ്രയോജനമില്ല. എൻ്റെ തീ കത്തിക്കാൻ പറ്റില്ല. എന്നാ നോക്ക്, കാഴ്ചപ്പാട് നോക്ക്. പറഞ്ഞ പ്രവാചകൻ പറഞ്ഞു, നെഹമിയ പറഞ്ഞു, ആദ്യം കുറച്ച് എടുത്തോണ്ട് വരിക. എന്നിട്ട് ബലിപീഠം ഒരുക്കുമ്പോൾ വിറകന്മേലും മറ്റെല്ലാ ബലിപീഠത്തിനുമായി ബന്ധപ്പെട്ട മേഖലകളിൽ ഈ കൊഴുത്ത ദ്രാവകം അങ്ങോട്ട് തളിക്കുക. എൻ്റെ സഹോദരങ്ങൾ, കുറച്ച് കഴിഞ്ഞപ്പോൾ ആ കൊഴുത്ത ദ്രാവകം തളിച്ച് അത് മുഴുവൻ ഒരു അഗ്നിയായിട്ട് അങ്ങോട്ട് രൂപാന്തരപ്പെട്ടു. പറഞ്ഞു ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ഏത് അവസ്ഥയിൽ നമ്മളൊരു കൊഴുത്ത ദ്രാവകം പോലെ എന്ന് പറഞ്ഞ് ഇനി ഒന്നുമില്ല, അഗ്നിയുടെ ഒരു സ്വഭാവവും ഇല്ല, അത്രയ്ക്ക് പ്രത്യാശ നഷ്ടപ്പെട്ട് നിരാശനും സങ്കടത്തിലും കിടക്കുന്ന ഒരു അവസ്ഥയാണെങ്കിലും നീ വിശുദ്ധ ബലിപീഠത്തിലേക്ക് വന്ന് കർത്താവിന്റെ സന്നിധിയിലേക്ക് വന്ന് നീ പരിശുദ്ധാത്മാഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ വീണ്ടും ഒരു അഗ്നിയായി മാറാൻ നിനക്ക് സാധിക്കും എന്ന് വചനം വെളിപ്പെടുത്തുക. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഏത് ദുഃഖത്തിന്റെ അവസ്ഥയാണെങ്കിലും എൻ്റെ സഹോദരങ്ങളെ, പരിശുദ്ധാത്മാവ് വരുമ്പോൾ ഒരു വ്യത്യാസം വരും. 77-ാമത്തെ സങ്കീർത്തനത്തിൽ അതിന്റെ 10-ാമത്തെ തിരുവചനം, Psalms chapter 77 verse 10, വചനം വെളിപ്പെടുത്തുക. നല്ല വചനം, നമുക്ക് ഉറക്കെ വായിക്കാം.
അത്യുന്നതന്റെ ശക്തി പ്രകടമാകാത്തതാണ് എൻ്റെ ദുഃഖ കാരണം എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ സങ്കീർത്തകൻ ജീവിതത്തിലുള്ള എല്ലാ ദുഃഖങ്ങളുടെയും കാരണം രേഖപ്പെടുത്തുകയാണ്. എന്താ കാരണം? അത്യുന്നതന്റെ ശക്തി എൻ്റെ ജീവിതത്തിൽ പ്രകടമാകാത്തത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ദുഃഖിച്ചു പോകുന്നത്, ഞാൻ നിരാശപ്പെട്ടു പോകുന്നത്, ഞാൻ വിഷാദത്തിന് അടിമയായി പോകുന്നത്, ഞാൻ തകർന്നു പോകുന്നത്. അത് വളരെ ശരിയാണ്. പറയാ ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ നമുക്ക് നന്നായിട്ട് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല എന്ന് കരുതാം. പ്രാർത്ഥിക്കുന്ന ഒരാൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ നിരാശയ്ക്ക് വേറെ ഒരു വഴിയും വേണ്ട, അല്ലേ? ഭയങ്കര സങ്കടോ. മീനെ എടുത്ത് കരയ്ക്കിടുന്ന പോലെയാണ്. പ്രാർത്ഥിക്കുന്നതിന് വ്യക്തിക്ക് പ്രാർത്ഥിക്കാൻ പറ്റാത്ത സാഹചര്യം വന്നാൽ അതുപോലെ തകർന്നു പോകും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്തുകൊണ്ടാണ് പ്രാർത്ഥിക്കാൻ പറ്റാത്തത്? നമ്മുടെ ഉള്ളിലിരുന്ന് നമ്മളെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കേണ്ടത് പരിശുദ്ധാത്മാവാണ്. അപ്പോൾ അത്യുന്നതന്റെ ശക്തിയായ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങൾ എൻ്റെ ജീവിതത്തിൽ പ്രകടമാകാത്തത് കൊണ്ടാണ് എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റാത്തത്. അതുകൊണ്ടാണ് പറയാം, അത്യുന്നതന്റെ ശക്തി പ്രകടമാകാത്തതാണ് ദുഃഖത്തിന്റെ കാരണം. ഉദാഹരണം പറയാം. അപ്പൊ നന്നായിട്ട് ഒരാൾക്ക് വിശുദ്ധി ജീവിക്കാൻ പറ്റുന്നില്ല, പെട്ടെന്ന് വീണു പോവുകയാണ്, പെട്ടെന്ന് ജഡിക ഭാവത്തിൽ വീണു പോവാൻ നിലനിൽക്കാൻ പറ്റുന്നില്ല. ഒരാളെ ഒരു നല്ല കണ്ണോടെ നോക്കാൻ പറ്റും, അതുപോലെ അടിമപ്പെട്ടു പോകുന്നൊരു പ്രവണതയാണെന്ന് കരുതുക. എന്താണ് കാരണം സഹോദരങ്ങളെ? ഈ വിശുദ്ധിയും ജീവിക്കാൻ നമ്മളെ സഹായിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. ആർക്കെ പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. വേറെ ഉദാഹരണം പറയാം. ഏത് കാര്യം ചെയ്താലും അവസാനം വരുമ്പോൾ അതെല്ലാം കുളമാവും. ചില മനുഷ്യർ അങ്ങനെയാണ്. എല്ലാം ചെയ്ത് എല്ലാം ബെസ്റ്റായിട്ടും അവസാനം എല്ലാം തകർന്ന് തരിപ്പണമായിട്ട് തീരും. അല്ലെങ്കിൽ ഒന്നേ വിജയിക്കാൻ പറ്റുന്നില്ല. കാര്യം എന്തൊക്കെ പല ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ ഒന്നും അങ്ങ് ചെയ്ത് പൂർത്തിയാക്കാൻ വേണ്ടി പറ്റുന്നില്ല. എന്താ കാരണം? അത്യുന്നതന്റെ ശക്തി പ്രകടമാകാത്തതാണ് ദുഃഖത്തിന്റെ കാരണം. കാരണം ശ്രീക പറയുന്നുണ്ട്, പൗലോസ് പറയുന്നുണ്ട്, ഞാനല്ല എന്നിൽ പ്രവർത്തിക്കുന്ന പരിശുദ്ധാത്മാവാണ് അധ്വാനിക്കേണ്ടത്, അല്ലേ? ഞാനല്ല എന്നിലുള്ള ദൈവകൃപയാണ് അധ്വാനിക്കുന്നത്. അപ്പൊ ജീവിതത്തിൽ വിജയിക്കാൻ പറ്റാത്ത കാരണം എന്താ? ഈ പരിശുദ്ധാത്മാവിന്റെ ശക്തി പ്രകടമാകാത്തതാണ്. ആർക്കെ പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരുപക്ഷെ ജീവിതത്തിൽ എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് അറിയത്തില്ല, എങ്ങനെ ഇനി മുന്നോട്ട് എങ്ങനെ പോകുമെന്ന് അറിയത്തില്ലാതെ വഴിമുട്ടി നിൽക്കുന്ന ജീവിതങ്ങളുണ്ട്. ഇത് എങ്ങനെ നടക്കും? അല്ലെങ്കിൽ എന്തെങ്കിലും പുതിയ കാര്യം ഏൽപ്പിച്ച് എങ്ങനെ ചെയ്യാൻ പറ്റും ഇത്? പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഒരുപക്ഷെ വിദേശ ലാംഗ്വേജ് അറിയത്തില്ല, പലവിധ പ്രശ്നങ്ങളാകാം. എങ്ങനെ പറ്റും? ഇത് എങ്ങനെ നടക്കും? എൻ്റെ സഹോദരങ്ങൾ, ഇത് ബൈബിളിൽ എല്ലാവർക്കും ഉള്ള പ്രശ്നമാണ്. അബ്രാഹത്തോട് കർത്താവ് പറഞ്ഞപ്പോൾ അബ്രാഹം ഇത് എങ്ങനെ സംഭവിക്കും? സാധാ ചോദിച്ചത് എങ്ങനെ സംഭവിക്കും? ദാവീദിനെയും ഗിദെയോനെയൊക്കെ ദൈവം വിളിച്ചു, ജെറമ്യായെ വിളിച്ചു, അവർ ഇത് എങ്ങനെ സംഭവിക്കും? അവസാനം പരിശുദ്ധ അമ്മയിൽ അതിന് ഉത്തരം വന്നു. ലൂക്കായുടെ സുവിശേഷത്തിൽ 1-ാമത്തെ അധ്യായത്തിന്റെ 35-ാം തിരുവചനം, ദൂതൻ മറുപടി പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ എങ്ങനെ സാധിക്കും, എങ്ങനെ നടക്കും, എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് പറയുന്ന ബൈബിളിലെ ഉൽപ്പത്തി മുതലുള്ള എല്ലാ ചോദ്യങ്ങൾക്കും കൂടി അവസാനം ഒറ്റ ഉത്തരം വന്നു, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. അപ്പൊ നടക്കും. ആർക്ക് പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ഒന്നും നടക്കുന്നില്ല എന്ന് നിരാശപ്പെട്ടിരിക്കുന്നിടത്ത് നീ വിളിക്കേണ്ടത് പരിശുദ്ധാത്മാവിനെയാണ്. അതുകൊണ്ടാണ് ലൂക്കായുടെ സുവിശേഷത്തിൽ 24-ാമത്തെ അധ്യായത്തിന്റെ 49-ാം തിരുവചനം, ഗോസ്പൽ ആസ് സെന്റ് ലൂക്ക് ചാപ്റ്റർ 24:49, ഇതാ എന്റെ പിതാവിന്റെ വാഗ്ദാനം നിങ്ങളുടെ ഞാൻ അയക്കുന്നു, ഉന്നതത്തിൽ നിന്ന് ശക്തി ധരിക്കുന്നത് വരെ നഗരത്തിൽ തന്നെ വസിക്കുവൻ എന്ന് പറഞ്ഞാൽ എൻ്റെ സഹോദരങ്ങൾ ഇങ്ങോട്ട് നോക്ക്, ശക്തി ധരിക്കാതെ പുറത്തിറങ്ങരുത്. ഉന്നതത്തിലുള്ള ശക്തി, പരിശുദ്ധാത്മ ശക്തി ധരിക്കാതെ പുറത്തിറങ്ങരുത്, ശക്തി പ്രാപിക്കാതെ പുറത്ത് പോകരുത്. അതിലെ പറഞ്ഞു വരുന്നതിന്റെ അർത്ഥം അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മളല്ല, പരിശുദ്ധാത്മ ശക്തിയാണ് അധ്വാനിക്കേണ്ടത്. കൊലോസ്സസ് ലേഖനത്തിൽ 1-ാമത്തെ അധ്യായത്തിന്റെ 29-ാം തിരുവചനം, ഈ ലക്ഷ്യം പ്രാപിക്കുന്നതിന് വേണ്ടി അത്രേ അവൻ എന്നിൽ ശക്തിയായി ഉണർത്തുന്ന ശക്തി കൊണ്ട് ഞാൻ കഠിനമായി അധ്വാനിക്കുന്നത് എന്ന് പറഞ്ഞാൽ പൗലോസ്ലീഹ തൻ്റെ സുവിശേഷ പ്രഘോഷണം അല്ലെങ്കിൽ അനേകരെ കർത്താവിലേക്ക് കൊണ്ടുവരിക എന്നുള്ള ലക്ഷ്യം പ്രാപിക്കുന്നതിന് എങ്ങനെയാണ് ചെയ്യുന്ന പൗലോസ്ലീഹ? ആ പൗലോസ്ലീഹയിൽ ശക്തിയായി ഉണർത്തുന്ന പരിശുദ്ധാത്മ ശക്തി കൊണ്ട് സ്ലീഹ അധ്വാനിക്കുക. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ അധ്വാനിക്കുന്നിടത്ത് കുറച്ച് കഴിയുമ്പോൾ തളർച്ച വരും, നിരാശ വരും. നമ്മൾ പരിശ്രമിക്കുന്നിടത്ത് കുറച്ച് കഴിയുമ്പോൾ എൻ്റെ സഹോദരങ്ങൾ മുന്നോട്ട് പോകാൻ പറ്റാത്ത സാഹചര്യം വരും. അതുകൊണ്ടാണ് എല്ലാ കാര്യത്തിനും പരിശുദ്ധാത്മാവിനെ അനുസരിക്കണം, എല്ലാ കാര്യത്തിനും പരിശുദ്ധാത്മാവ് സഹായം ചോദിക്കണം, എല്ലാ കാര്യത്തിനും പരിശുദ്ധാത്മാവുമായിട്ട് സമ്പർക്കം വേണം.
അതുകൊണ്ടാണ് ഞാൻ ഏതൊരു എപ്പിസോഡ് പറഞ്ഞ് ഓർക്കുന്നുണ്ട്, ഈ പരിശുദ്ധാത്മാവിനെ സ്നേഹിക്കണം, എളിമപ്പെടണം, ഉത്തമ വിശ്വാസത്തോടെ ആത്മാവിനെ വിളിക്കണം, എൻ്റെ ആത്മാവിൻ്റെ ആത്മാവേ എന്നൊക്കെ വിളിക്കണമെന്ന് ഞാൻ ഒരു എപ്പിസോഡ് പറഞ്ഞ് ഞാൻ ഓർക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം നടക്കുന്നിടത്ത് അസാധ്യത എന്ന് പറഞ്ഞൊരു സംഗതി ഇല്ല. പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. യെസക്കേൽ പ്രവചനത്തിൽ 47-ാമത്തെ അധ്യായത്തിൽ കാണുന്ന രംഗമുണ്ട്. അവിടെ ദേവാലയമുണ്ട്. ദേവാലയത്തിന്റെ ദർശനം കിഴക്കോട്ട്. ആ ദേവാലയത്തിൽ ബലിപീഠത്തിന്റെ അടിയിൽ നിന്ന് ഒരു നദി ഒഴുകുന്നു. ആ നദി ആ പ്രാന്ത പ്രദേശങ്ങൾ എല്ലായിടും ഒഴുകി. അതിനുശേഷം അത് അരേബായിൽ ചേരുമ്പോൾ കെട്ടിക്കിടക്കുന്ന കടലിൽ ചെന്ന് അതിനെ ശുദ്ധജലമാക്കി മാറ്റും. യെസക്കേൽ 47:8. ഈ വെള്ളം കിഴക്കൻ പ്രദേശങ്ങളിലേക്ക് ഒഴുകി അരാബായിൽ ചേരുമ്പോൾ കെട്ടിക്കിടക്കുന്ന കടലിൽ ചെന്ന് അതിനെ ശുദ്ധജലമാക്കി മാറ്റുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ദേവാലയത്തിന്റെ ബലിപീഠത്തിൽ നിന്ന് ഒഴുകുന്ന നദി എല്ലാ സ്ഥലങ്ങളും ഒഴുകിയിട്ട് അവസാനം കടലിലെ ഉപ്പുവെള്ളത്തിൽ ചെല്ലുമ്പോൾ എന്നാ സംഭവിക്കുന്നത്? സാധാരണഗതിയിൽ എത്ര ശുദ്ധജലവും കടലിൽ ചെന്ന് ചേരുമ്പോൾ കടലിലെ ഉപ്പ് ജലത്തോട് കലർന്ന് അത് അശുദ്ധ ജലമായിട്ട് മാറ്റും. എന്നാൽ സഹോദരങ്ങളെ, ദേവാലയത്തിന്റെ ബലിപീഠത്തിൽ നിന്ന് ഒഴുകുന്ന ജീവജലത്തിന്റെ അരുവിയായ പരിശുദ്ധാത്മാവ് ഉള്ളവന്റെ പ്രത്യേകത, അവൻ ഉപ്പുവെള്ളത്തെ ശുദ്ധജലമാക്കി മാറ്റും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അസാധ്യതകളെ സാധ്യമാക്കുന്ന ആത്മാവാണ് പരിശുദ്ധാത്മാവ്. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ നിരാശയ്ക്ക് അടിമപ്പെടാതിരിക്കണമെങ്കിൽ നീ വിശുദ്ധ കുർബാനയെ സംബന്ധിക്കുമ്പോൾ നിന്നിൽ പരിശുദ്ധാത്മാവ് നിറയാണ്. നീ കൂദാശകൾ സ്വീകരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നിന്റെ ഉള്ളിൽ നിറയാണ്. നീ വചനം വായിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നിന്റെ ഉള്ളിൽ നിറയാണ്. നീ കൂട്ടായ്മയിരുന്ന് ദൈവത്തെ സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്യുമ്പോൾ പരിശുദ്ധാത്മാഭിഷേകത്തിൽ നിന്ന് നിറയാണ്. അവിടെ നിരാശയ്ക്ക് സ്ഥാനമില്ല സഹോദരങ്ങളെ, പ്രത്യാശയ്ക്ക് മാത്രമേ സ്ഥാനമുള്ളൂ. കർത്താവ് പ്രത്യാശ കൊണ്ട് നമ്മളെ നിറയ്ക്കട്ടെ. കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മുടെ ഹൃദയങ്ങളെ തുറക്കാം. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം പ്രാപിക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയമുള്ള സഹോദരങ്ങളെ, ബൈബിളിൽ ഓരോ വചനങ്ങൾ പ്രത്യാശ നൽകുന്ന വചനങ്ങളാണ്. ഈശോയുടെ വചനങ്ങൾ പ്രത്യാശ നൽകുന്ന വചനങ്ങളാണ്. പഴയ നിയമത്തിൽ അടിമത്തത്തിൽ കിടന്ന ജനത്തിന് കർത്താവ് പ്രവാചകന്മാരോ നൽകിയത് പ്രത്യാശയുടെ വചനങ്ങളാണ്. നിരാശ പിശാചിൻ്റെ ഏറ്റവും വലിയ ആയുധങ്ങളിൽ ഒന്നാണ്. നിരാശയിൽ കെട്ടിയിടുന്നത് പിശാചാണ്. ഈ സമയത്ത് ഏതെങ്കിലും വ്യക്തികളോ കുടുംബങ്ങളോ നിരാശയ്ക്ക് അടിമപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവയുടെ കെട്ടുകൾ അഴിയാൻ വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കുകയാണ്. കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ കർത്താവായ യേശുവേ, റോമ 16:20 സമാധാനത്തിന്റെ ദൈവം ഉടൻ തന്നെ പിശാചിനെ നിന്റെ കാൽക്കലങ്ങ് തകർത്തു കളയുന്ന വചനത്തിന്റെ അധികാരത്തിൽ സേവർക്കാർ വട്ടാലിച്ചയുടെ കൂട്ടായ്മയിൽ ശക്തിയോന്റെ അഗ്നി അഭിഷേകത്തോട് ചേർന്ന് നിന്നുകൊണ്ട് അഭിമന്യ പിതാക്കന്മാരുടെ കൂട്ടായ്മയിൽ പരിശുദ്ധ അമ്മയുടെ പ്രത്യേക കൂട്ടായ്മയിൽ ശക്തിയോന്റെ അഗ്നി അഭിഷേകത്തിൽ നിന്നുകൊണ്ട് ഓ കർത്താവേ, ഈ കുടുംബങ്ങളെ വ്യക്തികളെ ശല്യം ചെയ്യുന്ന നിരാശ, ഭയം, കുറ്റബോധം, ആത്മഹത്യ ചിന്ത, മരിച്ചവന്റെ ചിന്ത, ഇങ്ങനെയുള്ള ദുരാത്മ പീഡകൾ യേശുനാമത്തിൽ കൽപ്പിക്കുന്നത് വിട്ടൊഴിഞ്ഞ് മുട്ടിത് പ്രാപിക്കട്ടെ. കൈകൾ അടിച്ച് അടഞ്ഞവയെല്ലാം ഒരുതും രാജൻ നമുക്കാ. ഭയമെല്ലാം മാറും, നിരാശ നീങ്ങും, വിലാപ നൃത്തമായി തീർന്നിടുമേ. തുറന്നിടും വാതിൽ, അടഞ്ഞവയെല്ലാം ഒരുതും കൈകൾ ഉയർത്തി വിളിക്കുന്നു. യേശുവേ,